തീമഴ പെയ്യിക്കുന്ന യുദ്ധത്തിന് ട്രംപ് തയ്യാറെടുക്കും. ഇറാനിലെ അടക്കമുള്ള സർക്കാർ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുവാനുള്ള ട്രംപിന്റെ തീരുമാനം, അതായത് ഇറാനിൽ ആഴ്ചകളായിട്ട് തുടരുന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം, ആ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തുമ്പോൾ ഇറാനെ രക്ഷിക്കാനാണോ അതോ ശിക്ഷിക്കാനാണോ എന്നുള്ളത് പ്രക്ഷോഭകാരികൾക്കോ ഭരണകർത്താക്കൾക്കോ അറിയില്ല എന്നുള്ളത് ആയത്തുള്ള ഖമേനി ഒഴിച്ച്. ഇറാനിലെ ജനങ്ങളോടായിട്ടായിരുന്നു ട്രംപിന്റെ ആഹ്വാനം. അതായത് സർക്കാർ വിരുദ്ധ പ്രതിഷേധം തുടരുവാനും സർക്കാർ സ്ഥാപനങ്ങളൊക്കെ പിടിച്ചെടുക്കുവാനും വേണ്ടിയിട്ടുള്ള US പ്രസിഡന്റ് ആഹ്വാനം. ഭരണകൂടത്തിനെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടമാണ് ഇറാനിൽ നടക്കുന്നത്. അതിനിടെയാണ് ഇറാൻ സർക്കാരിനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ട്രംപിന്റെ ആഹ്വാനം ഉണ്ടാകുന്നത്. ഇറാനിയൻ ദേശസ്നേഹികളെ, നിങ്ങളുടെ പ്രതിഷേധം തുടരുക, നിങ്ങളുടെ സ്ഥാപനങ്ങൾ നിങ്ങൾ പിടിച്ചെടുക്കുക, കൊലയാളികളുടെ പേരുകൾ ഓർത്തുവെക്കുക, അവർ വലിയ വില നൽകേണ്ടി വരും. പ്രതിഷേധക്കാരെ വിവേകശൂന്യമായി കൊലപ്പെടുത്തുന്നത് നിർത്തുന്നതുവരെ ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള എല്ലാ കൂടിക്കാഴ്ചകളും താൻ റദ്ദാക്കുകയാണ് എന്ന് പറഞ്ഞ ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള ട്രൂത്ത് സോഷ്യലിൽ ഇട്ട പോസ്റ്റിലാണ് ഇത്തരത്തിൽ അവകാശവാദം ഉന്നയിച്ച ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചത്. നിങ്ങൾ പ്രക്ഷോഭം ആരംഭിച്ചുകൊള്ളൂ, നിങ്ങൾ തകർത്ത് തരിപ്പണമാക്കിക്കൊള്ളൂ ഇറാനെ, നിങ്ങൾക്കുള്ള സഹായം ഉടൻ എത്തുമെന്ന് ട്രംപ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇറാനിലേക്ക് US നേരിട്ട് ഇടപെടുമോ എന്ന് ട്രംപ് വിശദീകരിച്ചിട്ടില്ല എങ്കിലും ജനങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളും അത് അവസാനിക്കുന്നതുവരെ ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള എല്ലാ ചർച്ചകളടക്കം റദ്ദാക്കി മുന്നോട്ട് പോകുവാൻ ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. പ്രക്ഷോഭകരെ ഉപദ്രവിക്കുന്നവരുടെയും കൊല്ലുന്നവരുടെയും പേരുകളടക്കം ശേഖരിക്കുവാനും അദ്ദേഹം ജനങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഒപ്പം തന്നെ ഇറാനുമായിട്ട് വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക 25% നികുതി ചുമത്തുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഇറാന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ തടയുവാനുള്ള ഒരു വലിയ നീക്കം ഇതുവഴി നടത്തുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയും വിലക്കയറ്റവും ഇറാനിയൻ കറൻസിയുടെ മൂല്യ തകർച്ചയും ഇത് കാരണമുള്ള ജനങ്ങളുടെ അസംതൃപ്തിയിലാണ് പ്രതിഷേധം ആരംഭിച്ചത് എങ്കിലും ഇപ്പോഴത് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായിട്ട് ആളിക്കത്തുകയാണ് എന്ന് അതിന് വഴിമരുന്നിട്ട് കൊടുത്തത് അമേരിക്ക. ട്രംപിന്റെ പ്രവർത്തനങ്ങളാണ് ഇന്ന് ഇറാനിൽ നടക്കുന്ന ഈ വലിയ പ്രക്ഷോഭത്തിന് ഒരു പരിധിവരെ കാരണമെന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രതിഷേധങ്ങളിൽ ഇതിനകം തന്നെ 2000-ഓളം പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. പ്രക്ഷോഭത്തെ അടിച്ചമർത്തുവാൻ ഇറാൻ സർക്കാർ ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ളവ റദ്ദാക്കിയിരിക്കുന്ന സാഹചര്യവും അവിടെയുണ്ട്. ഇറാനുമായിട്ട് നയതന്ത്ര തലത്തിലുള്ള ഇടപെടലാണ് തങ്ങൾ പരിഗണിക്കുന്നത് എന്ന് പറഞ്ഞ വൈറ്റ് ഹൗസ് പക്ഷേ വ്യോമാക്രമണം അടക്കം നിരവധി ഓപ്ഷനുകൾ മുന്നോട്ട് വയ്ക്കുകയാണ് എന്നുള്ളതാണ്. ഏത് സമയം വേണമെങ്കിലും ഇറാനെതിരെ വളരെ കൃത്യമായിട്ടുള്ള വ്യോമാക്രമണം നടത്തുവാൻ തയ്യാറെടുപ്പിലാണ് ട്രംപ്. പക്ഷെ ആ ട്രംപിന് വളരെ കൃത്യമായിട്ടുള്ള സൂചനയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കയ്യിൽ നിന്നും വരുന്നത്. ഇറാനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഏതു രാജ്യത്തിനെതിരെയും തിരിച്ചടി ഉണ്ടാകും എന്നുള്ള വലിയ പ്രഖ്യാപനം റഷ്യൻ പ്രസിഡന്റ് പുടിൻ മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഇത് അമേരിക്കയെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പിന്നാക്കം പോകുന്നതിന്, മാറി ചിന്തിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്ക ഇറാനിൽ സൈനിക ഇടപെടൽ നടത്താൻ സാധ്യതയുണ്ടോ എന്നുള്ള സൂചനകൾ തന്നെയാണ് ട്രംപിന്റെ വാക്കുകളിൽ പലപ്പോഴും പുറത്തു വരുന്നത്. ഇത് മിഡിൽ ഈസ്റ്റിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിതെളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായാൽ അത് മേഖലയിൽ ഒരു യുദ്ധത്തിന് കാരണമാകുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കൻ സൈനിക താവളങ്ങളെ ആക്രമിക്കുമെന്ന് ഇറാന്റെ ഭീഷണിയോടെ മുഴങ്ങി കേൾക്കുന്ന ഈ സമയത്ത് പോലും പക്ഷേ തീമഴ പെയ്യിക്കുന്ന തരത്തിലുള്ള യുദ്ധത്തിന് ട്രംപ് തയ്യാറെടുക്കുകയായിരുന്നു എന്നുള്ളതാണ്. അവിടുത്തെ പ്രക്ഷോഭകാരികളെ കൊണ്ട് സർക്കാർ സ്ഥാപനങ്ങളടക്കം പിടിച്ചെടുത്ത് ആയത്തുള്ള ഖമേനിയുടെ സർക്കാരിനെ നിലംപരിശാക്കുവാനും ആയത്തുള്ള ഖമേനിയെ തടവിലാക്കുവാനും തടങ്കലിലാക്കാനും ശ്രമിച്ച ട്രംപിന്റെ പ്രവർത്തനങ്ങളാണ് ഈ പ്രക്ഷോഭങ്ങൾ ഇത്രത്തോളം ക്രൂരമായ രീതിയിലേക്ക് തുടർച്ചയായി തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി. കാരണം ഈ പ്രക്ഷോഭങ്ങൾക്ക് സമ്പൂർണ്ണമായിട്ടുള്ള പിന്തുണ അമേരിക്കൻ പ്രസിഡന്റ് നൽകുന്നു. മാത്രമല്ല പലതരത്തിലുള്ള സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു, സഹായം ഉടൻ എത്തുമെന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ പ്രക്ഷോഭകാരികൾ ദിവസങ്ങളോളമായി നടന്നു വരുന്ന അല്ലെങ്കിൽ ആഴ്ചകളായി നടന്നു വരുന്ന ആ സമരം അല്ലെങ്കിൽ ആ പ്രക്ഷോഭം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ആയത്തുള്ള ഖമേനി എന്ന് പറയപ്പെടുന്ന ഇറാനിയൻ പ്രസിഡന്റിന് ഇനി എന്തായിരിക്കും വഴി എന്നറിയില്ല. അദ്ദേഹത്തെ ഈ പറയുന്ന പോലെ തടവിലാക്കുകയോ തുറുങ്കിലടയ്ക്കുകയോ ചെയ്യുന്ന തരത്തിലേക്കുള്ള ട്രംപിന്റെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ പ്രക്ഷോഭകാരികളെ കൂട്ടുപിടിച്ചുള്ള
സഹായ വാഗ്ദാനവും നൽകി ട്രംപ് അവിടെ എത്തിയിരിക്കുന്നു. പക്ഷെ ട്രംപിന് തിരിച്ചടി നൽകാൻ തന്നെയാണ് ഇപ്പോൾ റഷ്യയുടെ തീരുമാനം. റഷ്യൻ പ്രവർത്തനങ്ങൾ എന്ന് പറയപ്പെടുന്നത് ചൈനയുമായിട്ടും ഒപ്പം തന്നെ റഷ്യയുമായിട്ടുള്ള ബന്ധം വളരെ കൃത്യമായി സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ഇറാൻ തന്റെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. ഇറാന് സർവ്വവിധ പിന്തുണയും റഷ്യ നൽകാൻ തീരുമാനിക്കുന്നു. ഇറാനെ ഏതെങ്കിലും വിധത്തിൽ ആക്രമിക്കുന്നവരെ അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നവരെ വളരെ കൃത്യമായിട്ടുള്ള തിരിച്ചടി നൽകുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വാർത്തകൾ ഇന്ന് ലോകം മുഴുവൻ സശ്രദ്ധം കേൾക്കുകയാണ്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിൽ നടത്താനിരിക്കുന്ന വലിയ യുദ്ധത്തെ, അല്ലെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തീമഴ പെയ്യിക്കുന്ന തരത്തിലുള്ള യുദ്ധത്തെ നിമിഷ നേരം കൊണ്ട് അമേരിക്കയെ ചാമ്പലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രതിപ്രവർത്തനം നടത്തുവാൻ അല്ലെങ്കിൽ പ്രതികരണം നടത്തുവാൻ തയ്യാറാണ് എന്ന റഷ്യയുടെ മുന്നറിയിപ്പ് യുദ്ധത്തിൽ നിന്ന് പിന്നാക്കം പോകുവാൻ ട്രംപിനെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം റഷ്യയെയും വ്ളാഡിമിർ പുടിനെയും ഭയപ്പെടുന്നു ഡൊണാൾഡ് ട്രംപ് എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്രയും പെട്ടെന്ന് ഇറാന്റെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. ഇറാൻ തിരിച്ചടി നടത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇറാന്റെ സർക്കാർ സ്ഥാപനങ്ങളെ പിടിച്ചടക്കുവാൻ പറയുന്ന ആഹ്വാനം ചെയ്യുന്ന ട്രംപിന്റെ നടപടിക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള താക്കീത് നൽകുവാൻ തന്നെയാണ് ഇറാനിയൻ നേതൃത്വം, സൈനിക നേതൃത്വം ഇനി തയ്യാറെടുക്കാൻ പോകുന്നത്. മാത്രമല്ല റഷ്യയുടെ പിന്തുണ കൂടി വന്ന സാഹചര്യത്തിൽ വലിയൊരു യുദ്ധത്തിനുള്ള കോപ്പ് കൂട്ടുന്നുണ്ട്. അങ്ങനെ ആ ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതായി പോകുന്നത് ഇറാൻ ആയിരിക്കില്ല, പകരം അമേരിക്കയായിരിക്കും. ട്രംപിനെ തടവിലാക്കുന്ന തരത്തിലേക്കുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല, സംശയവും.